ഫോക്സ് വാഗൺ പോളോ തപ്പി നടക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇവിടെ ഒരു പോളോ വീട് കിടപ്പുണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞു പുള്ളി വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബ്രൗൺ ഡസ്റ്റർ ഞാൻ മേടിച്ചു ബ്രോ, എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി എന്നൊക്കെ പറഞ്ഞു. വിത്ത് സൺറൂഫ് ടോപ്പ് എൻഡ് ആണ്. നമസ്കാരം. ജനുവരി 2024 കാർ ആൻഡ് ബൈക്ക് സൂപ്പർ സ്റ്റോർ ആലുവല. അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ മാസവും ഇവിടുത്തെ ആ ഒരു സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാറുണ്ട്, വണ്ടികളെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ വന്നേക്കുന്നത് കുറച്ച് നല്ല വണ്ടികളുണ്ടെന്ന് കേട്ടാം. നെക്സോൺ കിടപ്പുണ്ട്. ഇത് സോണറ്റ് IMT ആണ്. ഒരു MG ZS EV ഉണ്ട്. അപ്പോൾ കുറച്ച് നല്ല വണ്ടികളെ പരിചയപ്പെടുത്താം. പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ പറയാം. അതായത് എത്ര കൊടുത്താൽ മേടിക്കാം, എന്താണ് എൻ്റെ ഓഫീസൊക്കെ തന്നെ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സോണറ്റ് ആണല്ലേ? സോണറ്റിൻ്റെ IMT ഏത് മോഡലാണിത്? ഇത് 2023 മോഡൽ. ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ആകെ 3700 കിലോമീറ്റർ. എൻ്റെ അമ്മേ, 3700. ഓക്കെ. ഫുൾ ഓപ്ഷൻ GT ലൈൻ ആണ്. ഡാഷ് ക്യാം എല്ലാം കാണാലോ. എല്ലാം വരുന്നത് അത് അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെയ്തിട്ടുള്ളതാണ്. ഒരു കാണുന്നില്ലല്ലോ നിങ്ങൾ? ഒരു കാണുന്നില്ല. ഓക്കെ. എന്ത് വില പറയണേ? ഇത് നമ്മൾ 13 ലക്ഷം രൂപ. പെട്രോൾ IMT? പെട്രോൾ IMT. ഓക്കെ. GT ലൈൻ. ഓ, നല്ല രസമുള്ള വണ്ടിയാണ് കേട്ടോ. എന്തായാലും പുതിയ വണ്ടിക്ക് ഏകദേശം ഒരു 16 ലക്ഷം രൂപ വില വരുന്നത്. അപ്പോൾ ഈ സോണറ്റൊക്കെ വന്നു തുടങ്ങിയില്ലേ യൂസിൽ? നല്ല വണ്ടികൾ വരുന്നുണ്ട്. വണ്ടി വന്നു തുടങ്ങി. അപ്പോൾ ഇത് നെക്സോണോ? നെക്സോൺ വരുന്നത് 2021 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ. ഇത് 945 ആണ് എൻ്റെ പ്രൈസ്. 945. ഓ, ഇത് KL 48. കൊള്ളാം. അപ്പോൾ ഇതിൻ്റെയും കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? 17,000 കിലോമീറ്റർ. 948. ഓക്കെ. അപ്പോൾ പുതിയ സോണറ്റിൻ്റെ, അതായത് 2023 മോഡൽ സോണറ്റ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രഷാണ്. 3000 കിലോമീറ്റർ ഓടുന്ന പറഞ്ഞാൽ അധികമൊന്നും ഓട്ടം ആയിട്ടില്ല. അത് മാത്രമല്ല നെക്സോണും അത്യാവശ്യം ഒരു ന്യൂ തന്നെയാണല്ലേ? അതെ, പുതിയ വണ്ടിയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ പെട്രോളും ഡീസലും മാത്രമേ ഉള്ളൂ. ഇത്തവണ വന്നപ്പോൾ ഇലക്ട്രിക് കിടപ്പുണ്ട്. ഇത് MG ZS EV ആണ്. ആ ഒരു ഫസ്റ്റ് വന്ന ആ ഒരു മോഡൽ ടോപ്പ് എൻഡ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതാകും 30,000 കിലോമീറ്റർ. ഏത് വർഷം? 2021 മോഡൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള MG ZS EV. വിലയോ? വില 20,50,000. 20,50,000 രൂപ. അതായത് പുതിയ വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 ലക്ഷം രൂപ വ്യത്യാസം എന്തായാലും ഉണ്ട്. ആ, അടിപൊളി. കൊള്ളാം. നീറ്റ് കണ്ടീഷൻ അല്ലേ? നല്ല കണ്ടീഷനാണ്. സിംഗിൾ ഓണർ തന്നെയാണ് വണ്ടി. ഓക്കെ. വാറന്റി ഒക്കെ പേടിക്കാനൊന്നുമില്ല. എടുത്ത് ഓടിച്ചാൽ മതി. ഓക്കെ. ഇനി ഒരു W6 ഓപ്ഷണൽ XV 300 ഉണ്ട്. വിത്ത് സൺറൂഫ് ടോപ്പ് എൻഡ് ആണ്. ഏത് മോഡലാ? ടോപ്പ് എൻഡ് തൊട്ട് താഴെ. ഇത് W6 ഓപ്ഷണൽ. W6 ആണ്. W8 അല്ല. ഓക്കെ. ഇത് 2021 63,000 കിലോമീറ്റർ. 2021 മോഡൽ. എന്ത് വില പറയേണ്ടതിന്? ഇത് 930. ഇതിന്റെ വാറന്റി തീരുന്നുണ്ടോ? ഇതിന്റെ വാറന്റി തീർന്നുണ്ടോ? നമ്മുടെ 2 വർഷം വാറന്റി എന്തായാലും ഉണ്ട്. നീറ്റ് കണ്ടീഷൻ ആണ് കണ്ടിട്ട്. വണ്ടി ആ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ഡീസലാണല്ലേ? അപ്പോൾ നല്ല ഡീസൽ വണ്ടി കിട്ടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല വണ്ടി എടുത്തുകൊണ്ട്, അതായത് കിലോമീറ്റർ അത്യാവശ്യം ഓടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം കൊണ്ട് തന്നെ 70,000 കിലോമീറ്റർ ഓടിയുണ്ടല്ലേ? ഓക്കെ. ടയറൊക്കെ ഉണ്ടോ? കണ്ടീഷൻ ടയറൊക്കെ ഉണ്ട്. ഓക്കെ. ഇത് അലോയിലല്ല, ആ ഒരു മോഡലാണ്. W8 ആണ്. പിന്നെ മോഡലുകളൊക്കെ ഷഫിൾ ചെയ്യുന്നുണ്ട് വീണ്ടും. പുതിയ വണ്ടിക്കൊക്കെ മാറിയിട്ടുണ്ട്. കാർ ആൻഡ് ബൈക്കിന്റെ കൊച്ചി ഷോറൂം വന്നാലും കാലിക്കറ്റ് വന്നാലും നല്ല ഡസ്റ്റ് ഉണ്ടാവാറുണ്ട്. ആ ഡസ്റ്റൊക്കെ പോയല്ലേ? എന്നെ വിളിച്ചു പറഞ്ഞു പുള്ളി വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബ്രൗൺ ഡസ്റ്റർ ഞാൻ മേടിച്ചു ബ്രോ, എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി എന്നൊക്കെ പറഞ്ഞു. ഇതേത് മോഡലത്? ഇത് വരുന്നത് 2017 മോഡൽ. 1.5 പെട്രോൾ. മറ്റേ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇത് മാനുവലാണ്. ഇതെന്ത് വില വരുന്നുണ്ട്? ഇത് വരുന്നത് 610 വിളിച്ചു. 610 എന്ന് പറയുമ്പോൾ ഇയർ എന്ന് പറഞ്ഞാൽ 2017. കിലോമീറ്റർ 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ ഓടിയ 2017 വണ്ടി 610 ആണ് ഈ വണ്ടി വില എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ പുതിയ ഷേപ്പ് കേട്ടോ. കേട്ടോ, ഇതപ്പോൾ പുതിയ ആ ഒരു ലേറ്റസ്റ്റ് ഷേപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിൽ വേറെ വണ്ടി ഇല്ല. ഞാൻ ഈയിടെ മറ്റേ 110 ഒരു വീഡിയോ ആയിരുന്നു, മറ്റേ ഓൾ വീൽ ഡ്രൈവിന്റെ. അപ്പൊ അതിന്റെ ഹെഡ്ലൈറ്റ് തോന്നുന്ന വ്യത്യാസമുണ്ട്. ഇത് ഒരു കുറച്ചും കൂടി ആ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഹോണ്ട സിറ്റി വാങ്ങിയ പിന്നെ ഹോണ്ടയുടെ ഏത് മോഡൽ കണ്ടാലും അതിനോടൊരു കൗതുക. ഇത് ജാസിൽ ഏത് മോഡലാണ്? ജാസിന്റെ ഫുൾ ഓപ്ഷൻ മോഡൽ. V മോഡലാണല്ലേ? VX പിന്നീട് വന്നേ. ഓ, ഇത് വർഷം ഏതാ? 2019. കിലോമീറ്റർ ഓടിയുണ്ട് 27,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? മാനുവൽ. ഓ, ഇത് നല്ല ഒരു വണ്ടി തുടങ്ങി. ഓട്ടത്തിന്റെ കിലോമീറ്റർ ഇടേ, അതായത് 27,000 കിലോമീറ്റർ വലിയ ഓട്ടമല്ല ഹോണ്ടയ്ക്ക് അല്ലേ? വില കൂടെ പറഞ്ഞേ? വില വരുന്നത് 690. അപ്പൊ 690 ഈ ഒരു ജാസ് വാങ്ങാം. അതായത് 2019 മോഡൽ 27,000 കിലോമീറ്റർ ഓടിയ ജാസ് കിട്ടും. ഹ്യുണ്ടായി i20 ഡീസലാണത്. ഏത് മോഡലാണ് ചോദിക്കട്ടെ? ഏത് മോഡൽ? 2016 സ്പോർട്സ് സ്പോർട്സ് ആണ്. അത് എത്ര കിലോമീറ്റർ വേണ്ടത്? ഇത് 89,000 കിലോമീറ്റർ. 89. 90,000 കിലോമീറ്റർ അടുപ്പിച്ചായി. നമ്മുടെ 2 വർഷം വാറന്റി ഇതിനും ഇതിന് 1 ഇയർ വർഷം 16 ആ 2 ഇയർ വാറന്റി ഏത് വർഷം മൂലം? അത് 2018 മുതൽ. ഇപ്പൊ നമ്മുടെ നെക്സോൺ കണ്ടതും ആ ഒരു സോണറ്റിനൊക്കെ ശരിക്കും മാനുഫാക്ചർ വാറന്റി കൂടി ഉള്ളതല്ലേ? എല്ലാം പുതിയ വണ്ടിയാണ്. നെക്സോണിന്റെ മാനുഫാക്ചറിംഗ് കഴിഞ്ഞു. നമുക്ക് ചെയ്യാം. ഓക്കെ. സോണറ്റിന് നമുക്ക്
മാനുഫാക്ചറിംഗ് വാറണ്ടി വരും. അത് അവർ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു നമുക്ക് അറിയാൻ പറ്റുമോ? എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടില്ല അല്ലേ? മാനുഫാക്ചർ അതിന് 2023 7 മാസം എടുത്ത വണ്ടിയാണ്. രജിസ്ട്രേഷൻ കസ്റ്റമർ എബ്രോഡ് പോയത് കാരണം കൊടുക്കുന്നതാണ്. ഇത് സിംഗിൾ ഓണറാ? ഇത് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി 90,000 കിലോമീറ്റർ 2016. വില കൂടി പറ. 595 അറൗണ്ട് 6 ലക്ഷം രൂപ. ഞാൻ ഹോണ്ട സിറ്റി നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ തപ്പി നടന്ന വണ്ടിയാണ് ബ്രയോയുടെ വി ആയിരുന്നു. അത് എയർ ബാഗ് ABS ഉള്ള മോഡൽ. പക്ഷേ ഇത് എസ് ആണ്. ഇതിനകത്ത് എയർ ബാഗ് ABS ഇല്ല, പക്ഷേ ഇതിനകത്ത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടല്ലോ. അഡീഷണൽ ആയിട്ട് ഒരു 70,000 രൂപയുടെ ആക്സറീസ്. അലോയൊക്കെ നല്ല ഭംഗിയുണ്ട്. സ്പാർക്ക് ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, വീല് അല്ലേ? വീൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ടുണ്ട്. 7D മാറ്റാണ്. കൊള്ളാലോ, നല്ല രസമുള്ള. പെഡലിന്റെ അത് മാറിയിട്ടുണ്ട്. അതൊക്കെ മാറി ഒന്ന് സെറ്റ് ആക്കിയിട്ടില്ല വണ്ടി. എന്താ വില പറയുന്നത്? ഇത് നമ്മൾ പറയുന്നത് 410 മോഡൽ എത്രയായിരുന്നു? 2016 72,000. ശരിക്കും ബ്രേവൊക്കെ നല്ല ആ ഒരു റീസേൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കൂടുതലും ചോദിച്ചു വരുന്നത് ലേഡീസ് യൂസ് ചെയ്യാൻ, ഒന്നില്ലെങ്കിൽ ഇതിന്റെ ഓട്ടോമാറ്റിക്കിന് നല്ല ഡിമാൻഡാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ ചോദിച്ചു വരുന്ന മോഡലാണ്. പൊളി വണ്ടിയാണ്. അത് ഒരു വലിയ അത്യാവശ്യം മൈലേജും ഉണ്ട്. ഒരു 10-18 മൈലേജും കിട്ടും. ഓടിക്കാൻ സുഖമാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് നല്ല കുറവാണ്. ഹോണ്ടയാണ്. ഇത് കൊള്ളാം. ഒരു സിട്രോൺ C3. ഇത് ശരിക്കും പുതിയ വണ്ടി വന്നു തുടങ്ങിയല്ലേ? പുതിയ വണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ടർബോ അല്ലല്ലോ? ടർബോ അല്ല, സാധാ മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 30,000 കിലോമീറ്റർ. 30,000 കിലോമീറ്റർ C3 ടോപ്പ് എൻഡ് 2022 മോഡൽ. എന്ത് വില പറയുന്നുണ്ട്? ഇത് നമ്മൾ 6 ലക്ഷം രൂപ. ശരിക്കും അങ്ങനെ നോക്കുമ്പോഴേ പുതിയ വണ്ടിയുടെ ഒരു വാറണ്ടി അങ്ങനെയുള്ള ഒരു മോഡൽ ഇത്. അതെ. ഇത് ഓൾറെഡി വാറണ്ടി കിടക്കുന്നതാണ്. പിന്നെ വെച്ചാൽ അവരുടെ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വണ്ടിയാണ്. ഓക്കെ, നൈസ്. അപ്പൊ ഇത് KL10 ആണ്. മലപ്പുറത്ത് 30,000 കിലോമീറ്റർ ഓടി C3. ഫോക്സ് വാഗൺ പോളോ തപ്പി നടക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇവിടെ ഒരു പോളോ വീട് കിടപ്പുണ്ട്. ഏതാ മോഡൽ? ഇത് 2017-18 രജിസ്ട്രേഷൻ. ഡീസലാ? പെട്രോൾ 27,000 കിലോമീറ്റർ ഓടി. കംഫർട്ട് ലൈൻ. ഓക്കെ. ഇതിന്റെ വില കൂടി പറ. ഇത് 595. അത് നല്ല കണ്ടീഷനാണോ? നല്ല കണ്ടീഷനായിട്ട് ചോദിക്കണം. നല്ല കണ്ടീഷനാണ്. ടയറൊക്കെ കാണാണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല എൻക്വയറി വരുന്ന വണ്ടി കേട്ടോ. പോളോ എന്നോടും പറയാറുള്ളത്. പോളോ GT ലൈനൊന്നും എടുക്കാൻ പറ്റണില്ല. GT TSI തീരെ കിട്ടുന്നില്ല. അത് ഭയങ്കര പ്രൈസാണ്. പോളോ ഡീസലിന്റെ മാർക്കറ്റ് എങ്ങനെ? ഡീസലും അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ പോകണം. പക്ഷെ നമുക്ക് കൂടുതലും പോകുന്നത് പെട്രോളാണ്. നമ്മുടെ ഷോറൂമിൽ ഓൾമോസ്റ്റ് വിറ്റ് പോകുന്നതെല്ലാം പെട്രോൾ ഓട്ടോമാറ്റിക്കും പെട്രോൾ മാനുവലും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ട ഡസ്റ്റർ അതുപോലുള്ള വണ്ടികളൊക്കെ തന്നെ വിറ്റ് പോയിട്ടുണ്ട്. ഇത് പുതിയ സ്റ്റോക്കാണ്. ഒന്ന് വന്ന് നോക്കേണ്ടതാണ്. അതായത് കുറച്ചധികം വണ്ടികളുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ആ ഒരു MG-ZSUV പോലുള്ള പോളോ പോലുള്ള അല്ലെങ്കിൽ പുതിയൊരു ബ്രസ് വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് നോക്കിക്കോളൂ. ഇവിടെ വില കൂടുതലാണെന്ന് കമൻറ്റ് ചെയ്ത ആൾക്കാരോട് പറയാനുള്ളത് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് വെച്ചാൽ മതി. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.